സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല, മിനിഞ്ഞാന്ന് വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ എളുപ്പമെന്നാണ് മാറി മറിയുന്നത്. ഈ ഇന്നലെ ബാറുകളുടെ സമയം മാറ്റി ചർച്ചയായിരുന്നു. ഇന്നിപ്പം തന്ത്രിക്ക് ജാമ്യം കിട്ടിയ കാര്യമാണ് എല്ലാ ചാനലും ചർച്ച ചെയ്യുന്നത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്ത്രിയെ അപമാനിച്ച ഈ ചാനലുകാരൊക്കെ പുള്ളിക്കാരനെ ചെന്ന് മാപ്പ് പറയണം. ഒരു കാര്യമില്ലാതെ, ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ തന്ത്രിയെ അപമാനിക്കുകയായിരുന്നു പിണറായി സർക്കാർ. അവരുടെ കയ്യിൽ പോലീസും അധികാരം ഉണ്ടെന്നും കൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേന് ഇനി അടുത്തത് മന്ത്രിയും ഒക്കെ ആകും, അല്ലെ മുൻ മന്ത്രിയും ഒക്കെ ആകുമെന്ന് കരുതിയപ്പോഴത്തേന് ഈ പാവം പിടിച്ച തന്ത്രിയെ അങ്ങ് അറസ്റ്റ് ചെയ്തു. തന്ത്രിക്ക് രാഷ്ട്രീയ മേൽക്കോയ്മയോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത കാരണം അദ്ദേഹത്തെ അങ്ങ് അറസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഈ നമ്മൾ എന്താ പറയുന്നത്, ഈ കടകംപള്ളി, വാസവനെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം തന്ത്രി അറസ്റ്റ് ചെയ്തതോടുകൂടി മറ്റുള്ളവരുടെ അപ്പം വലിയൊരു മേൽക്കോയ്മ ഈ സർക്കാരിന് വന്നു എന്ന് വിചാരിച്ചു. പാവം പിടിച്ച തന്ത്രി എന്തോ ചെയ്യാനാണ്. ഇന്ന് അതാണ് ചീട്ടുകൊട്ടാരം പോലെയല്ല ഇടിഞ്ഞു പോയത്. സത്യം എത്രയായാലും മൂടി വെക്കാനൊക്കത്തില്ല. അപ്പം തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് ഇന്ന് കൊല്ലത്തെ കോടതി പറഞ്ഞ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചു. ഈ സർക്കാർ അവർക്കിഷ്ടമില്ലാത്തവരെയെല്ലാം പല പല കേസുകളിൽ കുടുക്കി അകത്താക്കും. അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന കേസുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ തന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട്, എനിക്ക് തോന്നുന്നു 1990 മുതൽ ശബരിമലയിലെ തന്ത്രിയാണ്. അദ്ദേഹത്തെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റം ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യണം. പക്ഷെ തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ന്യായമാണ്. ഇത് തെളിവുള്ള സഖാക്കന്മാരൊക്കെ വെളിയിലും അകത്തുമൊക്കെ കിടക്കുക, അവർക്ക് ഒക്കെ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.